ചേട്ടാ, സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം കിട്ടാത്ത കുറച്ച് അസംതൃപ്തരായ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ പ്രവർത്തകർ, അവർ ശരിക്കും പറഞ്ഞാൽ കേഡർ പാർട്ടിയായ CPIഎമ്മിന് കടുത്ത തലവേദനയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്ന് ആയിഷ പോറ്റി, അമ്പലപ്പുഴയിൽ നിന്ന് G സുധാകരൻ എന്നിവർ പാർട്ടി വിട്ടുപോകുന്നു. അവർ UDFിലേക്ക് അഭയം പ്രാപിക്കുന്നു. ഇപ്പോഴിതാ മൊത്തത്തിൽ അസംതൃപ്തരുടെ ഒരു വലിയ കോട്ട കെട്ടി അതിന് കാവൽ നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരിക്കുന്നത്. ആകെ മൊത്തത്തിൽ പുകഞ്ഞ് അങ്ങ് പുകമയമാണ് മൊത്തം. ഒന്നും മനസ്സിലാകുന്നില്ല, ചിത്രങ്ങളൊന്നും വ്യക്തമാകുന്നില്ല. എന്താണ് ശരിക്കും CPIഎമ്മിനുള്ളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതായത് പ്രശാന്ത്, ഈ കഴിഞ്ഞ ഒരു 20 വർഷത്തിനടുത്താകുന്നു ഈ പാർട്ടി മാറിയതിൻ്റെ ലക്ഷണങ്ങളാണ്. എന്ന് വെച്ചാൽ ഈ ഒരു പാർട്ടി, ഒരു സംഘടന അവരുടെ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് സംഘടനാ രീതികൾ അനുസരിച്ചാണ്. ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നത് കീഴ്ഘടകങ്ങൾ, മേലിൽ നിന്ന് കീഴ്ഘടകങ്ങളോട് ചോദിക്കും, ഇപ്പോൾ ഇവിടെ ആരെയാണ് സ്ഥാനാർത്ഥിയാക്കാൻ പറ്റിയത്. അല്ലെന്നുണ്ടെങ്കിൽ മേൽഘടകത്തിനൊരു കണ്ണുണ്ടാവും, ഒരാളെ ആക്കിയാൽ നല്ലതായിരിക്കും. അത് പാർട്ടി തീരുമാനമാണ്, സംഘടനയാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ ആ വ്യക്തി സ്വമേധയാ തീരുമാനിക്കുന്നതല്ല. ഇവിടെയാണ് പ്രശാന്ത് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം. നമ്മൾ വായിച്ച ആ തൃശ്ശൂരത്തെ സംഭവം നമ്മൾ വായിച്ചല്ലോ. തൃശ്ശൂർ ജില്ലയിൽ സ്ഥാനാർത്ഥികളാകുന്നതിൽ കണ്ടെത്തുന്ന കാര്യത്തിൽ CPIഎമ്മിന് വല്ലാതെ പ്രഷറുണ്ടാകുന്നുള്ളത് അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ജില്ലകളിൽ CPIഎമ്മിന് പാർട്ടി കേഡറിനെ നിർത്താനുള്ള യോഗ്യത, അവിടുത്തെ ആ ഒരു പരിസ്ഥിതി, സർക്കംസ്റ്റാൻസസ് അത്തരത്തിലുള്ളതായിരിക്കില്ല. ഒരു സ്വതന്ത്രനെ നിർത്തിയാൽ എല്ലാവരുടെയും വോട്ട്, ഒരു ഇഷ്ടപ്പെട്ട ആൾ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്വതന്ത്രൻ, അത്തരത്തിലൊരാളെ നിർത്തിയാൽ ആ വോട്ട് കിട്ടും. അപ്പോൾ തൃശ്ശൂർ ഇങ്ങനെ ഇത്തരത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സംഘടനയ്ക്കൊരു രീതിയുണ്ട്. ആ സംഘടനാ രീതി ഉൾക്കൊള്ളാൻ ഇപ്പോൾ ഈ പാർട്ടിയിൽ ആർക്കും കഴിയുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം. അല്ല, തൃശ്ശൂർ തന്നെ ജനസമ്മതനായിട്ടുള്ള സുനിൽകുമാർ ഉണ്ടോ? സുനിൽകുമാർ CPIഎമ്മിൽപ്പെട്ട ആളല്ല. നമ്മൾ CPIഎമ്മിൻ്റെ കാര്യമല്ലേ പറയുന്നത്. സുനിൽകുമാർ CPIയിലെ ആളാണ്. അപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന പോലെ ഐഷ പോറ്റിക്ക് എന്താ സംഭവിച്ചത്? ഐഷ പോറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമുള്ള, വളരെ വ്യക്തിത്വമുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഇവർ കൊണ്ടുവരികയാണ്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, സീറ്റ് കിട്ടുന്നതിന് ചില ആൾക്കാരെയൊക്കെ കണ്ടെത്തും. ഈ ആൾക്കാരെ കണ്ടെത്തിയിട്ട് അവരെ മത്സരിപ്പിച്ച് അവർക്ക് വേണ്ട കാര്യം നേടിക്കഴിയുമ്പോൾ പിന്നീട് അവരുടെ പ്രവർത്തനങ്ങൾ ഇവരിങ്ങനെ മാറിയിരുന്ന് വീക്ഷിച്ചിട്ട് അവർക്ക് ആ കുറവുകളുണ്ട്, ഈ കുറവുകളുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞ് സംഘടന ഇവരെ അങ്ങ് വല്ലാതെ കോർണർ ചെയ്യും. നമ്മളെല്ലാവരും ഒരു ഇൻഡിവിജ്വലാണ്. നമുക്കെല്ലാവർക്കും ഒരു മനുഷ്യനെന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സുണ്ട്. അപ്പോൾ ഈ രീതിയിൽ CPIഎം എന്ന് പറയുന്ന പാർട്ടി അവരെ കോർണർ ചെയ്യുമ്പോൾ ഈ പീഡനങ്ങൾ ചിലപ്പോൾ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. അങ്ങനെയാണ് ഈ ഐഷ പോറ്റി അവർക്ക് സഹിക്കാവുന്നതിൻ്റെ അപ്പുറം അവരുടെ ജയമെന്ന് പറയുന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം വാങ്ങി ജയിച്ച ഒരു MLA ആണ്. അല്ല, പടലപ്പിണക്കങ്ങൾ സാധാരണ തിരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ്. പക്ഷെ ഇത്തവണ അത് ഇത്തിരി കൂടുതലല്ലേ? കാരണം മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ചില ഇറങ്ങിപ്പോകലുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിപ്പം G സുധാകരൻ്റെ വിഷയത്തിലാണെങ്കിലും ഐഷ പോറ്റിയുടെ വിഷയത്തിലാണെങ്കിലും, ഇപ്പോൾ ഇതാ UDFിലേക്ക് വരുമ്പോൾ അവിടെയും ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ രണ്ട് പാർട്ടികളിലും പടലപ്പിണക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലായിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനിഷേധ്യനായിരുന്ന ഒരു നേതാവിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശക്തമായ ഒരു സ്ത്രീ മുഖമുണ്ടായിരുന്നത് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനിയും ഏതൊക്കെയോ മരച്ചില്ലകൾ ആടി ഒലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഇരിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. എന്താണ് ശരിക്കും ഇത്? ഇടതുപക്ഷത്തിന് വീഴ്ചയിലേക്കാണോ പോകുന്നത്? ഒരു വലിയ വീഴ്ച. പ്രശാന്ത് പറയുന്ന പോലെ തന്നെ ഈ പാർട്ടിക്ക് കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടായിട്ടുള്ള ഒരു അപജയമാണ് ഈ കാണുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഐഷ പോറ്റി അവർക്ക് വേണമായിരുന്നു. 2 തവണ ഐഷ പോറ്റി ജയിച്ചു. ഐഷ പോറ്റിക്ക് എന്താ മന്ത്രിയാവാനുള്ള യോഗ്യതയില്ലേ? കഴിഞ്ഞ തവണ എന്താ ഇപ്പോഴത്തെ ഈ പിണറായി സർക്കാർ, പിന്നെ അതിനു മുമ്പ് ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ച ഐഷ പോറ്റി എന്താ ഇവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല? അപ്പോൾ അത് ഈ പറയുന്ന പോലെ ജനാധിപത്യത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഇത്തരത്തിൽ മത്സരത്തിലൊക്കെ ഇറങ്ങുമ്പോൾ ഒരു സ്ഥാനാർത്ഥി 2 തവണ ജയിക്കുമ്പോൾ ആ ഒരു മാനദണ്ഡം അവർക്ക് ബാധകമാണ്. അവർ ചിന്തിക്കുന്നതിൽ എന്താ തെറ്റ്? അപ്പോൾ അവർക്ക് വേണ്ട അയച്ച. ഇപ്പോൾ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഇപ്പോൾ നമ്മുടെ സുരേഷ് കുറുപ്പ് എന്ന് പറഞ്ഞ് കോട്ടയത്ത് നിന്ന് ഈ പറയുന്ന രീതിയിൽ CPIഎം കണ്ടെത്തിയ ഒരു SFI നേതാവായിരിക്കുമ്പോഴാണ് അദ്ദേഹം തമ്പാൻ തോമസിനെതിരെ അവിടെ മത്സരിക്കുന്നത്. ഇവിടെ കോട്ടയത്ത് അദ്ദേഹം അവിടെ കോട്ടയം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറയുന്ന ഞാൻ കേട്ടത്, എൻ്റെ വായിച്ചറിവാണ്. ഞാൻ വായിച്ചിട്ടുള്ളത് നമ്മുടെ കന്യാസ്ത്രീകൾ മത പുരോഹിതന്മാരായിട്ടുള്ള നമ്മുടെ അച്ഛന്മാർ,
ജസ്യൂട്ട് ഫാദേഴ്സ് ഇവരാരും അരിവാൾ ചുറ്റി നക്ഷത്രത്തിന് വോട്ട് ചെയ്യില്ല. ഇല്ലില്ല. അവിടെയാണ് സുരേഷ് കുറുപ്പ് നിന്ന് അദ്ദേഹം ജയിക്കുന്നത്. സുരേഷ് കുറുപ്പിനെ അവർ കണ്ടെത്തി. സുരേഷ് കുറുപ്പ് ജയിച്ചു കഴിയുമ്പോൾ പിന്നെ CPM അദ്ദേഹം ഇഷ്ടമില്ലാത്ത കഥാപാത്രമാണ്. ഈ സുരേഷ് കുറുപ്പിന് വേറൊരു പ്രത്യേകത കേട്ടോ. അദ്ദേഹം ഏത് പാർട്ടിയിൽ നിന്നാലും അദ്ദേഹത്തിന്റെ ആ ഒരു വ്യക്തിത്വം ആ വ്യക്തിത്വത്തിനെ ഇവർക്ക് ഭയമാണ്. അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണ്. അത്തരം വ്യക്തിത്വങ്ങളെ അതിന് പറഞ്ഞു കേട്ടത് അദ്ദേഹം ഇടുന്ന ഷർട്ട് DH-ന്റെയാണ്, അദ്ദേഹം ഇടുന്ന വില കൂടിയ ഷർട്ടുകളാണ്, അദ്ദേഹം കെട്ടുന്ന വാച്ച് കൂടിയ വാച്ചാണ്. ഇതൊക്കെയാണ് CPM കണ്ടെത്തിയ. പിണറായി സഖാവിന്റെ കാലിൽ കിടക്കുന്നത് അപ്പൊ അവർക്കറിയാവല്ലോ, അവർക്കാവാമല്ലോ. അപ്പൊ ഞാൻ ഈ വിഷയം ഡൈവേർട്ട് ചെയ്ത് പോകുന്നില്ല. അപ്പം ഐഷ പോറ്റി നമ്മൾ സംസാരിച്ചു. അതുപോലെ തന്നെ G. സുധാകരന്റെ കാര്യം നമ്മളിവിടെ പറയേണ്ടി വരും. G. സുധാകരൻ ഇപ്പൊ എന്താ അവസാനം പറ്റിയിരിക്കുന്നത്? ഈ പാർട്ടിയെ ഇന്ന് കാണുന്ന രീതിയിൽ ഇങ്ങനെ ഈ കാണുന്ന പരവതാനി വിരിച്ച് അതിൽ കൂടെ നടക്കുന്ന ഇന്നോവ കാറിൽ കയറി പാർട്ടി പ്രവർത്തനം നടത്തുന്ന ബ്രാഞ്ച് സെക്രട്ടറിമാരാണ് ഇപ്പോൾ ഉള്ളത്. പ്രശാന്തിന് അറിയോ, ഒരു ബ്രാഞ്ച് സെക്രട്ടറിക്ക് ഇപ്പോൾ ബ്രാഞ്ച് സെക്രട്ടറി പോട്ടെ, ഈ പാർട്ടിയുടെ സംഘടനാത്തിൽ ബ്രാഞ്ച് സെക്രട്ടറിക്ക് ശമ്പളമില്ല. അതിന് മേളിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉണ്ട്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് 25,000 രൂപയാണ് ശമ്പളം. അതറിയോ? അത് പാർട്ടിയിൽ സാധാരണ പാർട്ടി പ്രവർത്തകർ ലെവി കൊടുക്കുന്ന പാർട്ടിയാ, ലെവി അങ്ങോട്ട് കൊടുക്കുന്ന പാർട്ടിയാ. ഈ ലെവിയിൽ നിന്നാണ് ഈ പറയുന്ന രീതിയിൽ പാർട്ടി സെക്രട്ടറിക്ക് ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്കും ശമ്പളമുണ്ട്, ജില്ലാ സെക്രട്ടറിക്ക് ശമ്പളമുണ്ട്. ഇതൊക്കെ പാർട്ടി ഘടനയിലുള്ളതാ. ശരി ആവട്ടെ. ഈ പറയുന്ന രീതിയിൽ സുധാകരനെ ഇപ്പൊ ഈ കടന്നാക്രമിച്ചപ്പോൾ അത് മതിയായോ? സുധാകരനെ ആക്രമിച്ചപ്പോൾ മതിയായോ? അതുപോലെ നിങ്ങൾ പിന്നെ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഇടുക്കിയിലെ MLA അദ്ദേഹം പോയില്ലേ? അദ്ദേഹം CPM വിട്ടു പോയില്ലേ? തുടർന്ന് ഇനി പറയണില്ലേ PK ശശി പാലക്കാട്, അദ്ദേഹത്തിന് മത്സരിക്കണം. അപ്പോ പ്രശാന്ത പേരുകൾ പറഞ്ഞു വരുമ്പോൾ നിരവധി പേരുകൾ നമുക്ക് പറയേണ്ടി വരും. ഇവരൊക്കെ പാർട്ടിക്ക് അതീതമായി അവർക്ക് പാർലമെന്ററി തലത്തിൽ വ്യാമോഹം, അതീ പറയുന്ന പാർട്ടി ഇതുവരെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വളർച്ച, ഈ പാർട്ടിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിലെ വളർച്ച, അതാണ് ഇതിൻ്റെ ഒക്കെ കാരണം. കാര്യം എല്ലാവർക്കും ഒന്നുകിൽ MLA ആകണം, അല്ലെങ്കിൽ ഒരു സംഘടനാ പദവിയോട് ആർക്കും താല്പര്യമില്ല. സംഘടന എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ശമ്പളവും ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ ശമ്പളവും പറഞ്ഞു, അത് പാർട്ടിയല്ലേ. പാർട്ടി ഇവിടെ ആർക്ക് വേണം? അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പാർട്ടിയുടെ തലപ്പത്ത് വന്നോ, അതായത് ഈ പാർട്ടി ഇപ്പോൾ ഒരു ഏകശിലാ വിഗ്രഹം എന്നൊക്കെ പറയുന്ന പോലെ ഒരൊറ്റ ആള്, ആ ആളിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ പാർട്ടി തീരാവുന്നതിൻ്റെ അങ്ങേയറ്റം പോയി തീർന്നിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പയ്യന്നൂർ വിഷയം ഉണ്ടായി. പയ്യന്നൂർ വിഷയത്തിൽ എന്താ ഉണ്ടായത്? പയ്യന്നൂർ വിഷയത്തിൽ ഈ പറയുന്ന ഫണ്ട് പ്രശാന്തിനറിയോ? പ്രശാന്ത്, ഈ ഒരു സംഗതി മാത്രമാണ് ഇപ്പം പുറത്തു വന്നതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇപ്പൊ തിരുവനന്തപുരത്ത് വഞ്ചൂര് ഒരു പാർട്ടി സഖാവിന്റെ ഒരു RSSകാർ കുത്തിക്കൊന്ന വിഷ്ണു എന്ന് പറയുന്ന ഒരു സഖാവിന്റെ ജ്യേഷ്ഠൻ, അയാൾ എൻ്റെ കൂടെ പഠിച്ചതാണ്. ആ പയ്യന്റെ ജ്യേഷ്ഠൻ. അയാൾ ആരാ? അയാൾ അവസാനമൊക്കെ വിഷ്ണുവിന്റെ ജ്യേഷ്ഠന് പറയേണ്ടി വന്നില്ല, വിനോദിന് സംസാരിക്കേണ്ടി വന്നില്ലേ? അപ്പോൾ അത് മാത്രമല്ല പ്രശാന്ത്, ഈ പാർട്ടിക്കകത്ത് നിരവധി കമ്മിറ്റികളിൽ അല്ലെങ്കിൽ നിരവധി ഇടങ്ങളിൽ ഇത്തരത്തിൽ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പെന്നല്ല, ഈ പാർട്ടിയിൽ ഫണ്ട് തട്ടിപ്പ് നിരവധിയുണ്ട്. അത് പുറത്തിപ്പോൾ കുഞ്ഞികൃഷ്ണൻ ചേട്ടൻ പയ്യന്നൂർ പറഞ്ഞു, അവരുടെ സഖാവ് കുഞ്ഞികൃഷ്ണൻ ചേട്ടൻ പറഞ്ഞു. എന്നിട്ടും പയ്യന്നൂർ അവർ ആരെയാണ് നിർത്താൻ പോകുന്നത്? മധുസൂദനനെ വീണ്ടും മത്സരിപ്പിക്കാൻ പോകുന്നു. അപ്പോൾ ഈ പാർട്ടി തെറ്റ് തിരുത്തില്ല. പിന്നീട് നമുക്ക് പറഞ്ഞു വരാനാണെങ്കിൽ നിരവധിയുണ്ട്. നമുക്ക് വെറുതെ നമ്മുടെ എനർജി വേസ്റ്റ് ആവുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവർ നന്നാവില്ല. കാര്യം ഇവർക്കൊരു ഇരുമ്പുലക്ക, ഇവർക്കൊരു ഏകശിലയിലാണ് ഇവർ പോകുന്നത്. ആ ശില എന്ന് ഒടിയുന്നോ, ആ ശില എന്ന് പൊട്ടുന്നോ, അന്ന് ഈ പാർട്ടിക്ക് ചിലപ്പോൾ ഒരു മോചനം ഉണ്ടാകും. കാര്യം ഈ പറയുന്ന രീതിയിൽ സോവിയറ്റ് യൂണിയനിൽ സ്റ്റാലിൻ ഉണ്ടായിരുന്നു. സ്റ്റാലിൻ ഉണ്ടായിരുന്ന സമയത്ത് സ്റ്റാലിനെ വിമർശിക്കാൻ ആരും ആ പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്നില്ല. സ്റ്റാലിൻ്റെ മരണശേഷമാണ് ഈ പറയുന്ന രീതിയിൽ ആരെങ്കിലും സ്റ്റാലിനെ അന്ന് എതിർത്തിരുന്നെങ്കിൽ ഈ പാർട്ടിക്ക് ഇങ്ങനെ ഒരു അപജയം ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഭയക്കുകയാണ് പിണറായി വിജയൻ യുഗം കഴിയുമ്പോൾ ഈ പാർട്ടി നാമാവശേഷമാകുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ ജോത്സ്യനല്ല. പക്ഷേ അപ്പോൾ ഒരു തെറ്റുതിരുത്തൽ ഉണ്ടാകുമ്പോൾ കാലം കടന്നു പോകുമ്പോൾ പിന്നെ ഇനി അവശേഷിക്കാൻ ഒന്നും ഉണ്ടാവില്ല. സോഷ്യലിസ്റ്റുകൾ ഇപ്പോൾ ഞാൻ പറയട്ടെ, ഉദാഹരണത്തിന് സുധാകരനെ കുറിച്ച് കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട് അദ്ദേഹം തനി പാർട്ടിക്കാരനാണെന്ന്. സർ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവർ ഈ പറയുന്ന രീതിയിൽ എന്തുകൊണ്ട് സുധാകരനെ കൊടുക്കുന്നില്ല? കരുണാകരൻ ജീവിച്ചിരുന്നപ്പോൾ, അതായത് കോൺഗ്രസ്സുകാരുടെ മുഖ്യ ശത്രു അന്നും കമ്മ്യൂണിസ്റ്റുകാരാണ്. അന്ന് കരുണാകരൻ്റെ ഏറ്റവും വലിയ മുഖ്യ ശത്രു ഈ കമ്മ്യൂണിസ്റ്റുകാരാണ്. എന്നിട്ട് അവർ നയനായിരുന്നു സുഹൃത്തുക്കളായിരുന്നു. അന്ന് കരുണാകരനൊപ്പം നിന്ന ആളാണ് സുധാകരൻ. നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഷയം വിട്ടിട്ട് പോയത് ഞാൻ പറയുന്നതല്ല. അപ്പോൾ ഈ പറയുന്ന പോലെ CPM-നെ സംബന്ധിച്ച് CPM അവർക്ക് പാർലമെന്ററി തലത്തിൽ എല്ലാവർക്കും, അതായത് AKG പറഞ്ഞിട്ടുണ്ട്, EMS പറഞ്ഞിട്ടുണ്ട്, ഈ പാർട്ടിയിൽ പാർലമെന്ററി തലത്തിൽ നിങ്ങൾ പോകുമ്പോഴും സംഘടനയെ നിങ്ങൾ ശ്രദ്ധിക്കണം സഖാക്കളെ, ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പാർട്ടി നാമാവശേഷമാകും. സംഘടനയാണ് വലുതെന്ന്. ഇപ്പൊ രാജീവ്
ഉടുപ്പം തച്ചിരിക്കുക വീണ്ടും ആവാനായിട്ട്. MP രാജേഷ് വീണ്ടും ആവാൻ റെഡിയായിരിക്കുക. അങ്ങനെ പേരുകൾ പറയാനാണെങ്കിൽ നിരവധിയുണ്ട്. അതുകൊണ്ട് CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ, നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് തൃശ്ശൂർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിൽ ഈ പാർട്ടിക്ക്, അതായത് ഒരു നോമിനേഷൻ വരും. ഇപ്പോൾ ഉദാഹരണം പറയട്ടെ, MP നികേഷ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ, അദ്ദേഹത്തിന് എന്ത് ക്വാളിറ്റിയാണുള്ളത്? സംഘടനാ തലത്തിൽ അദ്ദേഹം എന്താ ചെയ്തിട്ടുള്ളത്? അദ്ദേഹം കോളേജിൽ പഠിക്കുമ്പോൾ മാർവിയാൻസ് കോളേജിൽ KSUവിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹത്തിന് മാധ്യമപ്രവർത്തനം നമുക്കറിയാം, മാധ്യമപ്രവർത്തകനാണെന്നറിയാം. അദ്ദേഹത്തിന് എന്തിന് മത്സരിപ്പിക്കണം? ആർക്ക് വേണ്ടി മത്സരിപ്പിക്കണം? ഒരു കൂട്ടം നാട്ടുകാർക്ക് എന്തെങ്കിലും ഗുണമുള്ളവരെ നിങ്ങൾ നിർത്ത്. അല്ലാതെ ഈ പറഞ്ഞ ഇദ്ദേഹത്തിനൊക്കെ എന്തിനാ മത്സരിപ്പിക്കണം? എന്താണെങ്കിലും ചിത്രം എങ്ങനെ മാറി മറിയും? ചിത്രം മാറി മറിയുന്ന എത്രയേ ഉള്ളൂ. CPM-ൽ വൻ അപജയമാണ്. ഇപ്പൊ KK രാഗേഷ് കഴിഞ്ഞ ദിവസം പയ്യന്നൂർ സംസാരിച്ച മാധ്യമങ്ങളോട്, ഞങ്ങളുടെ പാർട്ടിയിൽ ഞങ്ങൾ ഫണ്ട് പിരിക്കും, ഞങ്ങൾക്കറിയാം പറയാൻ. സാർ ഇത് ആരോടാണ് സാർ പറയുന്നത്? സാർ ഇത് ആരോടാ പറയുന്നത്? പണ്ടത്തെ പോലെയല്ല പൊതുസമൂഹം. ഇപ്പൊ സോഷ്യൽ മീഡിയ വളരെ സജീവമാണ്. നിങ്ങളുടെ പാർട്ടിയിൽ നിങ്ങൾ എന്ത് പോക്കൃത്തരം കാണിച്ചോളൂ. പക്ഷേ അറിയിക്കേണ്ടടുത്ത് അറിയിക്കണം. ജനത്തിന് ചിലതൊക്കെ അറിയണം, അത് നിങ്ങൾ അറിയിക്കണം. അപ്പോൾ CPM-നെ സംബന്ധിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെന്നല്ല, ചില സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിന് വല്ലാതെ കണ്ട് ഈ പറയുന്ന പ്രഷറുണ്ട്. ഇപ്പൊ MP ഗോവിന്ദന് ഭയങ്കരമായ പ്രഷറുണ്ട് നികേഷിനെ സ്ഥാനാർത്ഥിയാക്കാനായിട്ട്. നിങ്ങൾ നോക്കിക്കോളൂ, നികേഷ് സ്ഥാനാർത്ഥിയാണ്. നികേഷ് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുമ്പോൾ നികേഷ് സ്ഥാനാർത്ഥിയാവും. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം AK സെന്ററിൽ സ്ഥാനാർത്ഥി നിർണ്ണയം നടന്നിട്ട് അൺകംപ്ലീറ്റ് ആയിപ്പോയത്. കംപ്ലീറ്റ് ആയില്ല. എന്തുകൊണ്ടാണ്? ഇവർ CPM ഒക്കെ എന്നേ മാറിപ്പോയി. നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പൊന്നാനിയെ കുറിച്ച് പറഞ്ഞില്ലേ? എന്ത് പാർട്ടി?